എൻ്റെ വീഡിയോ സീരീസിൽ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട വീഡിയോ എന്ന് പറയുന്നത് വിശാഖത്തിനെയാണ്. അത്യാവശ്യം ഒരുപാട് കമൻ്റ് ഉണ്ട്. അതിൻ്റെ താഴെ വരുന്ന കമൻസാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകതകൾ. അപ്പോൾ ആ കമൻസ് കണ്ട് ചിരിക്കാം. വിശാഖ നക്ഷത്രക്കാർ ഇത്രയും ക്രൂരന്മാരാണെന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട്. വിശാഖ നക്ഷത്രക്കാരുടെ അനുഭവം എനിക്ക് ഇത്രയും കൃത്യമായിട്ട് വന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു വളരെ എവിഡൻ്റായിട്ട് എനിക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റിയത് കൊണ്ടായിരിക്കാം. ഈ ഒബ്സർവ് ചെയ്തപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എടുത്ത ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ അമ്മ വിശാഖമാണ്. എനിക്കൊരു പെങ്ങളേ ഉള്ളൂ. അപ്പോൾ പെങ്ങളുടെ ഹസ്ബൻഡ്, അതായത് എൻ്റെ അളിയൻ എന്ന് പറയുന്നത് വിശാഖമാണ്. എനിക്ക് 2 കുഞ്ഞുങ്ങളാണ്. അതിൽ മൂത്ത ആൾ ആണാണ്. അപ്പം ആണായിട്ടുള്ളതും അയാളും വിശാഖമാണ്. അപ്പം എനിക്കറിയാവുന്ന വളരെ അടുത്ത ഒരു സുഹൃത്ത്, ഇപ്പോൾ ശ്രീഭൈരവിയുടെ മുന്നോട്ടുള്ള യാത്രയിലും എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന 10-15 പേരിൽ ഒരാൾ വിശാഖ നക്ഷത്രമാണ്. അപ്പം ഇവർ വളരെ ശുദ്ധരായ മനുഷ്യരാണ്. പക്ഷേ ഇവരെ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത്, ഇവരെ ഈഗോ ഹേർട്ട് ചെയ്തുകൊണ്ടൊരു കാര്യം നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പം ഇദ്ദേഹത്തെ ഈ നക്ഷത്രത്തിൻ്റെ മൃഗമായിട്ടുള്ള സിംഹം എന്നുള്ള പേരിട്ടാണ് വിളിക്കുന്നത്. സിംഹം ഇന്ന് വരുമോ എന്നുള്ള രീതിയിലാണ് ആൾക്കാർ സംബോധന ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇവരുടെ ഒരു തർക്ക രീതി കാണുമ്പം കൂടെ ഉള്ളവർ വിശാഖം ഇങ്ങനെ ഈ പേരെടുത്ത് വിളിക്കും. വിശാഖം എന്ന് പേരെടുത്ത് വിളിക്കും. അപ്പോൾ അത്രയും അനുഭവം എനിക്ക് ആ നക്ഷത്രക്കാരുടെ അടുത്തുനിന്ന് ഉള്ളത് കൊണ്ടായിരിക്കാം. നമുക്ക് ഒരുപാട് വിശാഖമൊന്നും വേണ്ട. ഒരൊറ്റ വിശാഖം ഉണ്ടെങ്കിൽ തന്നെ, നമ്മുടെ കുടുംബത്തിൽ ഒരൊറ്റ വിശാഖം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം ഇവരുടെ സ്വഭാവം മനസ്സിലാവും. പഴയൊരു സിനിമയുണ്ട് രജനീകാന്തിൻ്റെ, ഈ 1 തടവേ സൊന്ന 100 തടവേ സൊന്ന മാതിരി എന്ന് പറയുന്ന പോലെയാണ്. ഒരു വിശാഖം ഉണ്ടെങ്കിൽ 100 പേർക്ക് തുല്യമായിരിക്കും. അപ്പോൾ അത്രയും ഒരു 2 എക്സ്ട്രീം ലെവലിലുള്ള വിശാഖക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ചിലർ വളരെ ശാന്തരായിട്ട് മൗനമായിട്ട് പോവുകയും, ചിലർ ആരെ അംഗീകരിക്കാതെയും നല്ല ഉടക്ക് സ്വഭാവവും വളരെ സ്ട്രോങ് ആയിട്ട് ഇടപെടുകയും ചെയ്യുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെയുള്ള വിശാഖക്കാരെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ 2 എക്സ്ട്രീമും കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ വിശാഖം തിരിച്ചവരുടെ ശ്രദ്ധേയമായിട്ടുള്ള നിരവധി ഗുണങ്ങളെപ്പറ്റി നമുക്കൊന്ന് നോക്കാം.